Welcome to XY's Malayali's channel. Don't forget to subscribe. ആധാരം രജിസ്ട്രേഷന് അടിയാധാരം ആവശ്യമില്ല. സുപ്രീം കോടതി വിധി. ഭൂമിയുടെ ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിനായി അടിയാധാരം ഹാജരാക്കേണ്ടതില്ലെന്ന സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി ഭൂരഹിതരായവർക്കും ഭൂമിയുടമകൾക്കും വലിയ ആശ്വാസമായി മാറുന്നു. വിൽപ്പനയോ ഭാഗപത്രം വഴിയോ കൈമാറ്റം സംഭവിച്ച ഭൂമിയുടെ ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന്റെ അടിയാധാരം അനിവാര്യമല്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഈ വിധി ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട നിയമപരമായ അനിശ്ചിതത്വങ്ങൾ കുറയ്ക്കുന്നതോടൊപ്പം ആധാരം നഷ്ടപ്പെട്ടവർക്കും മറ്റ് അനിവാര്യമായ രേഖകളില്ലാത്തവർക്കും വലിയ സഹായം നൽകുന്നു. സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അസൽ ആധാരം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ആധാരം രജിസ്റ്റർ ചെയ്യുന്നത് നിരസിക്കരുതെന്ന് ചെന്നൈ ഹൈക്കോടതി നൽകിയ ഉത്തരവാണ് സുപ്രീം കോടതി ശരിവച്ചത്. ഇത് പ്രകാരം രജിസ്റ്റർ ഓഫീസിൽ അടിയാധാരത്തിന്റെ പകർപ്പ് നിലനിൽക്കുന്നുവെങ്കിൽ അത് പരിശോധിച്ച ശേഷമേ പുതിയ ആധാരം രജിസ്റ്റർ ചെയ്യാൻ കഴിയുമെന്നും കോടതി നിർദ്ദേശിച്ചു. ഭൂമി കൈമാറ്റത്തിനായി അടിയാധാരത്തിന്റെ ആവശ്യത ആവശ്യപ്പെടുന്നത് അനാവശ്യമായ നിയമപരമായ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാമെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ഭൂമിയുടമകൾക്ക് ഇതിന്റെ പ്രയോജനം എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് നോക്കാം. ഭൂമിയുടമകൾ അവരുടെ ആധാരം നഷ്ടപ്പെട്ടാൽ അതിന്റെ പകർപ്പ് ഉപയോഗിച്ചു തന്നെ രജിസ്ട്രേഷൻ നടത്താമെന്നതാണ് ഈ വിധിയുടെ പ്രധാന നേട്ടം. ഭൂമി കൈമാറ്റത്തിനായുള്ള നടപടിക്രമങ്ങൾ ലളിതമാകുന്നതോടെ പൗരന്മാർക്ക് അനാവശ്യമായ നീണ്ട നിയമപ്രക്രിയകളിൽ നിന്ന് മോചനം ലഭിക്കും. ചില രജിസ്ട്രാർ ഓഫീസുകളിൽ കാണുന്ന അഴിമതി പ്രവണത തടയാനും ഈ ഉത്തരവ് സഹായകരമായേക്കാം. നേരത്തെ ഒരാൾക്ക് സ്വന്തം ഭൂമിയുടെ ആധാരം നഷ്ടമായാൽ അത് വീണ്ടും സ്വന്തമാക്കുക ദുഷ്കരമായിരുന്നു. ഇനി അതിന്റെ പകർപ്പ് ഉപയോഗിച്ച് നിയമപരമായ ഉറപ്പ് നേടിയാവും രജിസ്ട്രേഷൻ നടത്താനാകുക. നിയമപരമായ വിശദീകരണം നോക്കാം. ഈ വിധി ഇന്ത്യയിലെ ഭൂമി നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുന്നു. രജിസ്ട്രേഷൻ നിയമങ്ങൾ അനുസരിച്ച് രേഖാമൂലമായ തെളിവുകൾ മുഖേന ഭൂമി ഉടമസ്ഥാവകാശം അംഗീകരിക്കപ്പെടണം. സുപ്രീം കോടതിയുടെ ഈ വിധി ഭൂമിയുടെ അസൽ രേഖ നഷ്ടപ്പെട്ടാൽ അതിന്റെ പകർപ്പ് ഉപയോഗിച്ച് ഉടമസ്ഥാവകാശം തെളിയിക്കാമെന്ന നിയമസംഹിതയുമായി പൊരുത്തപ്പെടുന്നു. കൂടാതെ ഇത് ഭൂമിയുടമകൾക്ക് അവരുടെ സ്വത്തുക്കൾക്കായി നിയമപരമായ അവകാശങ്ങൾ ഉറപ്പാക്കാൻ കൂടുതൽ സൗകര്യപ്രദമായി തീരുന്നു. ഭൂമിയുടമകൾക്ക് അവരുടെ ആധാരം നഷ്ടമായാലും തങ്ങളുടെ അവകാശം നഷ്ടമാകില്ല. വ്യാജരേഖകൾ ഉപയോഗിച്ച് ആധാരങ്ങൾ കൈമാറ്റം ചെയ്യുന്നതുമെല്ലാം നിയന്ത്രിക്കാനാകും. വിൽപ്പനയോ ഭാഗപത്രം വഴിയോ ഭൂമി കൈമാറ്റം നടത്തിയവർക്ക് അവരുടെ ഉടമസ്ഥാവകാശം കുറച്ച് ബുദ്ധിമുട്ടുകളോടെ ഉറപ്പാക്കാൻ കഴിയും. നടപടിക്രമങ്ങൾ ഏതെല്ലാം എന്ന് പരിശോധിക്കാം. ഭൂമി ആധാരത്തിന്റെ പകർപ്പ് ലഭ്യമാണോ എന്ന് ആദ്യമായി പരിശോധിക്കുക. ഭൂമി കൈമാറ്റത്തിന് ആവശ്യമായ മറ്റ് രേഖകൾ ഉണ്ടെന്ന് ഉറപ്പാക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒരു നിയമവിദഗ്ധന്റെ സഹായം തേടുക. നിലവിലുള്ള നിയമങ്ങൾ പ്രകാരം രേഖാമൂലമായ തെളിവുകൾ ഹാജരാക്കി രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. സുപ്രീം കോടതിയുടെ ഈ വിധി ഇന്ത്യൻ നിയമവ്യവസ്ഥയിലെ ഭൂമി കൈമാറ്റ നിയമങ്ങൾക്ക് ഒരു ദിശാബോധം നൽകുന്നതാണ്. ഇത് നിയമസംരക്ഷിതമായ ഒരു മാർഗം ഒരുക്കുന്നതിനൊപ്പം നിയമാവലികൾ ലളിതമാക്കുന്നതിനും സഹായിക്കുന്നു. നിയമപരമായ പരിമിതികളെ മറികടക്കാൻ കൂടുതൽ ഗുണകരമായ ഈ വിധി ഭൂമിയുടമകൾക്കും പൊതുജനങ്ങൾക്കും പ്രതീക്ഷ നൽകുന്ന ഒരു നിർണായക തീരുമാനമാണ്. Thank you for watching. Hello, hi.